നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് അടിസ്ഥാന പാഠാവലി 10ാം ക്ലാസ്സിലെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ്. പാഠഭാഗത്തിന്റെ പേര് പത്രനീതി. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോടിന്റെ നവയാത്രകൾ എന്ന് പറഞ്ഞ ഒരു ലേഖനത്തിലെ കുറച്ചു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പത്രത്തെ കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും പത്രങ്ങൾ എങ്ങനെയാണ് മലയാളിക്ക് അല്ലെങ്കിൽ മനുഷ്യന് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ മനുഷ്യനും പത്രവും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണ് എന്നെല്ലാം തന്നെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് പത്രനീതി. ഈ പാഠഭാഗം എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിന്റെ പേര് പത്രനീതി. മലയാളം കണ്ട ഏറ്റവും മികച്ച നിരൂപകരിൽ ഒരാളാണ് ശ്രീ സുകുമാർ അഴീക്കോട്. കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, MP പോൾ, ഡോക്ടർ M ലീലാവതി തുടങ്ങിയവർ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മറ്റു നിരൂപകരാണ്. സുകുമാർ അഴീക്കോട് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യ വിമർശകൻ മാത്രമല്ല, മികച്ച ഒരു പ്രഭാഷകനും ഗ്രന്ഥകാരനും സാമൂഹിക നിരീക്ഷകനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു. 1926 മെയ് 12 അദ്ദേഹം ജനിക്കുന്നത്. സഞ്ചരിക്കുന്ന മനസാക്ഷിയായും പ്രഭാഷണ കലയുടെ കുലപതിയായും എല്ലാം തന്നെ അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഏകദേശം 35ഓളം കൃതികളാണ് അദ്ദേഹം രചിച്ചത്. ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹം നേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി, ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിലർ എന്നിവയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഇതിനു പുറമെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഗാന്ധിയൻ, ഗവേഷകൻ, ഉപനിഷത്ത് വ്യാഖ്യാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. തത്വമസി, ആശാന്റെ സീതാകാവ്യം, മഹാത്മാവിന്റെ മാർഗം, രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും, മഹാകവി ഉള്ളൂർ, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികൾ തന്നെയായിരുന്നു. ഒട്ടനവധി ലേഖനങ്ങളും പുസ്തകങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള ശ്രീ സുകുമാർ അഴീക്കോടിന്റെ നവയാത്രകൾ എന്ന് പറഞ്ഞ കൃതിയിലെ ഒരു ഭാഗമാണ് പത്രനീതി എന്ന് പറഞ്ഞ പാഠഭാഗം. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് പത്രനീതി. പത്രം മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു, പത്രക്കാർ ചെയ്യേണ്ട ധർമ്മം എന്താണ്, എന്തെല്ലാം അത് പാലിക്കപ്പെടുന്നു, ഇങ്ങനെയുള്ള വലിയ ചർച്ചകളാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തിൽ ഉന്നയിക്കുന്നത്. പത്രനീതി എന്ന് പറഞ്ഞ ഈ പാഠഭാഗത്തിലൂടെ പത്രങ്ങൾ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പലരുടെയും പത്രത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായവും എത്രത്തോളം രീതിയിൽ പത്രങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പത്രത്തെ ആളുകൾ സത്യസന്ധമായി നോക്കിക്കാണുന്നു, പത്രപ്രവർത്തകർ സമൂഹത്തോട് എത്രത്തോളം കടപ്പാട് കാണിക്കുന്നു എന്നുള്ള വലിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പാഠഭാഗത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ പത്രങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം. പക്ഷെ ഇന്നറിയാം, നമുക്ക് ചാനലുകൾ ബിസിനസ്സിന് വേണ്ടി മത്സരിക്കുകയാണ്. ചെറിയൊരു വാർത്തകൾ പോലും പൊലിപ്പിച്ച് കാണിക്കാനും അതുപോലെ തന്നെ എപ്പോഴും വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും എല്ലാം തന്നെ പത്രത്തിന്റെ സത്യസന്ധതയെ, സുതാര്യതയെ കെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇന്ന് എത്രത്തോളം ഒരുപാട് ചാനലുകൾ മലയാളത്തിൽ തന്നെയുണ്ട്. 8-10 വാർത്താ ചാനലുകൾ തന്നെ മലയാളത്തിലുണ്ട്. പക്ഷേ ആ വാർത്താ ചാനലുകളിൽ പലപ്പോഴും പല വാർത്തകളും രാഷ്ട്രീയത്തിന്റെയും പണത്തിന്റെയും എല്ലാം പേരിൽ വളച്ചൊടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എത്ര വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് ആ വാർത്തകൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രേക്കിംഗ് ന്യൂസുകളുടെ പേരിൽ വലിയ ബിസിനസ്സുകൾ നടത്തുന്ന സമയത്ത് സത്യവും നീതിയെല്ലാം തന്നെ മരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. പത്രനീതി, സുകുമാർ അഴീക്കോട്. പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ്. ആനുഷംഗികം എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്രധാനമാണ്. സാധാരണയായി പത്രങ്ങളെ പറ്റി നല്ലത് മാത്രമാണ് ആളുകൾ പറയാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് തന്റെ ലേഖനം ആരംഭിക്കുന്നത്. പ്രതിദിന ഡെയിലി ന്യൂസ് പേപ്പറുകളെ പറ്റിയിട്ടാണ് താൻ ഇവിടെ പറയാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്.
മറ്റുള്ള മാധ്യമങ്ങളെ, പത്രമാധ്യമങ്ങളെ പറ്റി താൻ കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, ഈ ഒരു പ്രബന്ധത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. എപ്പോഴും നമ്മൾ പലപ്പോഴും പത്രം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊന്ന് പത്രം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. പലപ്പോഴും എപ്പോഴും നമ്മൾ എല്ലാ വാർത്തകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്രത്തിലൂടെയാണ്. വാർത്ത നൽകുന്നതിനും നമ്മൾ പത്രത്തെ ആശ്രയിക്കുന്നു. പലതരം വാർത്തകൾ, ഒരു വിശേഷങ്ങളായിരിക്കാം, മരണ വാർത്തയായിരിക്കാം, അല്ലെങ്കിൽ അഭിനന്ദന വാർത്തയായിരിക്കാം, കാണാതായ വിവരങ്ങളായിരിക്കാം. അങ്ങനെ പലതരത്തിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നതിനും പത്രത്തെ ആശ്രയിക്കാറുണ്ട്. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ, അകായി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തെ സംഭവത്തെ ലോകത്തിന്റെ മുൻപിലും എത്തിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തിലുള്ള പല വാർത്തകളും നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് പത്രങ്ങളാണ്. അതുപോലെ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും ലോകത്തെ അറിയിക്കുന്നത് പത്രങ്ങളിലൂടെയാണ്. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രത്തെ നമുക്ക് പലപ്പോഴും എതിർക്കേണ്ടി വരാറുണ്ട്. പക്ഷേ അതിന് പോലും, ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ, കൂടുതൽ ആളുകൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ, ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അത് പത്രത്തിലൂടെ തന്നെ ആശ്രയിക്കണം. പത്രം എന്ന വിരോധാഭാസം ഇതത്രേ. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്നു മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ട് തന്നെ പത്രത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. അതോടൊപ്പം തന്നെ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി, അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നു പത്രങ്ങളിലൂടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനിക്കുന്നു, കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുത്തുന്നു. പക്ഷേ പത്രങ്ങൾ അത്രത്തോളം വിമർശിക്കപ്പെടുന്നില്ല. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ എത്രയൊക്കെ പലരെയും, എല്ലാവരെയും വിമർശിക്കുന്നു പത്രത്തിലൂടെ. എഡിറ്റർമാർക്ക് അറിയാം, നമുക്ക് ഏത് പത്രം വായിച്ചു കഴിഞ്ഞാലും ആരെയും, പ്രധാനമന്ത്രിയാണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും എല്ലാവരെയും വിമർശിക്കുന്നു പത്രങ്ങളിലൂടെ. പക്ഷേ പലപ്പോഴും പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണെന്ന് സുകുമാർ അഴീക്കോട് പറയുന്നു. സ്വേച്ഛാധിപതി പോലും, ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള ആളുകൾ പോലും പത്രത്തെ ബഹുമാനിക്കുന്നു. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നുണ്ട്. സ്വേച്ഛാധിപതിയായിട്ടുള്ള ആളുകൾ പോലും, വലിയ രാജാക്കന്മാരും വലിയ ഭരണകൂടത്തിലെ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ പത്രത്തെ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പത്രത്തിലൂടെ ഏത് രീതിയിലും വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ട് തങ്ങളിലേക്ക് എത്താമെന്ന് കൃത്യമായിട്ട് തന്നെ സ്വേച്ഛാധിപതിമാർക്ക് അറിയാനായിട്ട് കഴിയും. ഭരണാധികാരികളെ പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. പലപ്പോഴും ഭരണാധികാരികളെ പത്രത്തെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിക്കുന്നതിനും പത്രങ്ങൾ നിരോധിക്കുന്നതിനും എല്ലാം ഒരു കാരണം ഈ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ മഹാശക്തിയാണ് ഭയം. പേടി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പലപ്പോഴും നമുക്കറിയാം, പല പത്രങ്ങളും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റിയിട്ടും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ടും എല്ലാം അറിയാം. പലരെയും നാട് കടത്തേണ്ടി വന്നിട്ടുണ്ട്. പല പത്രങ്ങളും കണ്ടു കെട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഒരു പേടി കൊണ്ടാണെന്ന് കൂടി ഇവിടെ സുകുമാർ അഴീക്കോട് സൂചിപ്പിക്കുകയാണ്. ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന് നെപ്പോളിയൻ തുറന്നു പറഞ്ഞു. ബയനറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. ഫ്രഞ്ച് ചക്രവർത്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. വാട്ടർലൂ എന്ന് പറഞ്ഞ യുദ്ധത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് തോൽക്കുന്നത്. വലിയ ശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബയനറ്റിനെയാണ് ഞാൻ ബയനറ്റിനേക്കാൾ കൂടുതൽ താൻ പേടിക്കുന്നത് പത്രത്തിനെയാണെന്ന്. ബയനറ്റ് എന്ന് പറഞ്ഞ തോക്കുകളുടെ മുന്നിൽ ഘടിപ്പിക്കുന്ന ഒരു കത്തിയാണ്, അതിലും മൂർച്ചയാണ് പത്രങ്ങൾക്കെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത്രയും ഒരു പ്രശസ്തനായിട്ടുള്ള, അത്രയും ശക്തനായിട്ടുള്ള, അത്രയും വലിയൊരു സ്വേച്ഛാധിപതിയായിട്ടുള്ള നെപ്പോളിയൻ വരെ പത്രങ്ങളെ ഭയക്കണമെങ്കിൽ പത്രത്തിന്റെ മൂർച്ച, ചൂട് എത്ര വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായി കഴിയും. പത്രങ്ങളെ പറ്റി വാഴ്ത്തി പറഞ്ഞ് വാക്കുകൾക്ക് ക്ഷാമമില്ല. ഒരുപാട് പേര് പത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും പത്രത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ പത്രത്തിനുള്ള പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെ വലിയ രീതിയിൽ വാഴ്ത്തി പാടിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ്. തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നുവരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ 4ാമത്തെ ശക്തിയായിട്ട് നമ്മൾ എന്തിനെ കാണുന്നു? പത്രത്തിനെ കാണുന്നുണ്ട്. പത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു രീതിയിൽ തനിക്ക് അറിവുകളെല്ലാം തന്നെ കിട്ടിയത് പത്രത്തിലൂടെയാണെന്നാണ് വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞത്. എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രേമിയായിട്ടുള്ള ജെഫേഴ്സണിൽ നിന്നാണ് കിട്ടിയത്. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പത്രമുണ്ടാൽ എല്ലാം ആയി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം.
പത്രമില്ലാതായി കഴിഞ്ഞാൽ എന്താണ്? ഭരണം. പത്രം ഉള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഭരണമില്ലെങ്കിലും പത്രം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ് ഏറ്റവും വലുത്. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കൂ എന്നാണ് ജെഫേഴ്സൺ പറഞ്ഞത്. തോമസ് ജെഫേഴ്സൺ 3ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. പത്രമുണ്ടായാൽ എല്ലാമായി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. ഒരു ചോദ്യചിഹ്നമാണ് പത്രമുണ്ടായി കഴിഞ്ഞാൽ എല്ലാമായോ എന്നുള്ള വലിയൊരു ചോദ്യം. ജെഫേഴ്സന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവചിച്ചതാണ്. അത് സ്തുതിയല്ല, താക്കീതാണ്. ശരിക്കും പത്രത്തെ ശരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞതല്ല, പ്രശംസിച്ചതല്ല. കൃത്യമായിട്ട് പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവചിച്ചതാണ് അദ്ദേഹം. ശരിക്കും ഒരു സ്തുതിയല്ല, താക്കീത് തന്നെയായിരുന്നു. പലപ്പോഴും പത്രങ്ങൾ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും കാര്യമായിട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല. ഇവിടെ ജെഫേഴ്സന്റെ അഭിപ്രായം സത്യമാണ്. എല്ലാ പത്രങ്ങളെയും നമ്മൾ പത്രമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. വാർത്തകൾ വളച്ചൊടിക്കാതെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് അതൊരു പത്രം യഥാർത്ഥ പത്രമായി മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധത കാണിക്കുന്നത്. അരാജകമായ ഒരു അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്നു എന്നതാണ് ഈ അഭിപ്രായത്തിന്റെ സാരം എന്ന് പറയുന്നത്. അതായത് എത്രയൊക്കെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിലും സത്യസന്ധവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യമാണ് സമൂഹത്തെ രക്ഷിക്കുന്നത്. അത്രത്തോളം സമൂഹത്തിന് ഒരു പ്രാധാന്യം പത്രങ്ങൾക്കുണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകൾ അത്രയും സത്യസന്ധമായിട്ട് തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി പത്രങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയി പോകുമെന്നും ഉള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി അതിലുണ്ട്. പത്രങ്ങളത് മനസ്സിലാക്കുമോ? എപ്പോഴും സമൂഹത്തോട് ഇടപഴകി ജീവിക്കേണ്ട, സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പത്രങ്ങൾക്കുള്ളത്. അതിൽ നിന്നൊന്നും മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ പത്രങ്ങൾ കൃത്യമായിട്ട് തന്നെ നശിച്ചു പോകുമെന്നർത്ഥം, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് അകന്നു പോകുമെന്നർത്ഥം. അത് പത്രക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സുകുമാർ അഴീക്കോട് ഉന്നയിക്കുന്നത്. പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ വശം മറക്കരുത്. എപ്പോഴും പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴൽ കൂടിയുണ്ടെന്ന് പറയുന്നു. 2 അറ്റമുണ്ട് എന്ത് കാര്യത്തിനും. അതുപോലെ തന്നെ ഈ ഒരു ബഹുമതിക്കും ഒരു കറുത്ത നിഴലുണ്ടെന്ന് കൂടി സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. ആ വശം ഒരിക്കലും മറക്കരുതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്നു കളിയാക്കിക്കൊണ്ടിരുന്നു. ഐറിഷ് എഴുത്തുകാരനാണ്, ഐറിഷ് നോവലിസ്റ്റാണ് ഓസ്കാർ വൈൽഡ് പലപ്പോഴും പത്രങ്ങളെ കൃത്യമായിട്ട് തന്നെ വിമർശിച്ച് കാണാനായിട്ട് കഴിയും. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞത് വൈൽഡിലെ സാഹിത്യകാരൻ്റെ അന്യൂനമായിട്ടുള്ള പക്ഷപാതമാകാം. മികച്ചൊരു നോവലിസ്റ്റാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന് പത്രം വായിക്കുന്നതോട് പോലും വലിയ താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ നോവലുകൾ, കൃതികൾ വായിക്കുന്നതിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. പലതവണ അദ്ദേഹം ദ്രോഹത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി പത്രങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പത്രം വായിക്കാൻ കൊള്ളുകയില്ല എന്ന് വരെ ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ട്. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞത് വൈൽഡിലെ സാഹിത്യകാരൻ്റെ ഒരു പക്ഷപാതം തന്നെയാണ്. പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെ പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്വം ഏറ്റവും കൂടുമ്പോൾ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. ഒരു തെറ്റായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു വാർത്ത കൊടുക്കുമ്പോഴാണ്, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രശംസ ഉണ്ടാകുന്നത്. പത്രങ്ങൾ ഇന്ന് അത് തന്നെയാണ് ചെയ്യുന്നത്. നല്ല വാർത്തകൾ പലപ്പോഴും കാണാനായിട്ട് കഴിയില്ല, പക്ഷേ വലിയ വാർത്തകൾ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നൽകുന്ന വാർത്തകളാണ് കൂടുതൽ പത്രങ്ങളിൽ കൊടുക്കുന്നത്. ആളുകൾക്ക് നെഗറ്റീവ് കാണാനുള്ള ഒരു ഇഷ്ടം അത് കൃത്യമായിട്ട് തന്നെ ഒരു ബിസിനസ് കച്ചവട ചരക്കായിട്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പത്രങ്ങളെ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. ഓസ്കാർ വൈൽഡിന് വില കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം. ഇബ്സനെ അങ്ങനെ തള്ളാനൊക്കുമോ? അങ്ങോർ പറഞ്ഞത് അതിലും കഠിനമാണ്. ഓസ്കാർ വൈൽഡിനെ പറ്റി പറഞ്ഞിരുന്നു, ഐറിഷ് നോവലിസ്റ്റ് ആണ് അദ്ദേഹം ശക്തമായിട്ട് തന്നെ എന്തിനെ വിമർശിച്ചിരുന്നു? പത്രങ്ങളെ വിമർശിച്ചിരുന്നു. പിന്നീട് ഇബ്സന്റെ അഭിപ്രായത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരായിരുന്നു ഇബ്സൺ? ആധുനിക നാടകത്തിന്റെ പിതാവാണ്, നോർവീജിയൻ റൈറ്റർ കൂടിയാണ് ശ്രീ ഇബ്സൺ എന്ന് പറയുന്നത്.
ഇബ്സൺ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങോർ പറഞ്ഞത് അതിലും കഠിനമാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ്. എന്താണ് പറഞ്ഞത്? മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന്. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ്. നമുക്കറിയാം പലതരത്തിലുള്ള സയൻസിലെ പരീക്ഷണങ്ങളും മരുന്നുകളും എല്ലാം തന്നെ പലപ്പോഴും ആർക്കെതിരെയാണ് പരീക്ഷിക്കുന്നത്? മൃഗങ്ങളിലാണ് ആദ്യം പരീക്ഷിക്കുന്നത്. ആ മൃഗങ്ങളെല്ലാം ശരിക്കും പരീക്ഷിക്കേണ്ട ശരിക്കും പത്രപ്രവർത്തകരെയും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെയുമാണെന്ന് ആര് പറയുന്നു? ഇബ്സൺ പറയുന്നത്. വലിയൊരു ചിന്ത തന്നെയാണത്, അല്ലെ? പലപ്പോഴും അത്രയും ക്രൂരമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെയാണ് ഇന്ന് പത്രപ്രവർത്തകർ അവരുടെ നീതി നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അത്രത്തോളം പലപ്പോഴും വാർത്തകൾ വളച്ചൊടിക്കുന്നത്, പലരും വേദനിപ്പിക്കുന്ന നിരന്തരം നമുക്ക് വാർത്തകൾ പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയണേ മാപ്ര എന്ന് വരെ കളിയാക്കി വിളിക്കുന്നുണ്ട് പത്രപ്രവർത്തകരെ. അത്രയും രീതിയിൽ പണ്ടൊരു കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വലിയ വില കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും വലിയ പുച്ഛത്തോടു കൂടിയാണ് മാധ്യമ പ്രവർത്തകരെ കാണുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഇബ്സന്റെ ഈ അഭിപ്രായത്തിൽ പലതരത്തിലുള്ള പരിഹാസങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാം. മറ്റെഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും. പലപ്പോഴും ഒരു തെറ്റായ വാർത്ത കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു മോശം വാർത്ത കൊടുക്കുകയും വീണ്ടും വീണ്ടും ആ അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കി മാറ്റാനുള്ള ഒരു ചിന്താഗതികൾ ഇന്ന് പല പത്രങ്ങളിലും കാണാനായിട്ട് കഴിയും. പലപ്പോഴും അതിൻ്റെ അവസാനം എത്തുമ്പോഴാണ് നമുക്കും അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. പലപ്പോഴും പല വാർത്തകളിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അത് തിരുത്താൻ പോലും നിൽക്കാത്ത ഒരു സമൂഹത്തെ, ഒരു പത്രമാധ്യമങ്ങളെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. പരിഹാസ ചതുരനായ സാമുവൽ ബട്ട്ലറെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത്. സാമുവൽ ബട്ട്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് എല്ലാം തന്നെ സത്യമാണെന്നുള്ള ഒരു ധാരണ ആളുകളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് പത്രങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ സാമുവൽ ബട്ട്ലർ പറയുന്നത്. വിസ്മയം തോന്നുന്നു. എൻ്റെ വിസ്മയം 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന് അസൂയവാഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. 19-ാം നൂറ്റാണ്ടിലാണ് സാമുവൽ ബട്ട്ലർ ജീവിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലുള്ള പത്രങ്ങളുടെ അവസ്ഥ ഇതേ രീതി തന്നെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് പത്രങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണെന്നാണ് ഇവിടെ സുകുമാർ അഴീക്കോട് പറയുന്നത്. എങ്ങനെ പത്രങ്ങൾ നാം വായിക്കുന്നത് ധൂമപാനം പോലെ അതൊരു ദുശീലമായി തീർന്നത് കൊണ്ടാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു ചൂട് ചായ കുടിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് പത്രങ്ങൾ വായിക്കുന്ന ഒരു ശീലം. ഞാൻ വളരെ ചെറുപ്പം മുതൽക്കേ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് ആ പത്രങ്ങൾ എത്രയോ അകലത്തെത്തി എന്ന് എനിക്ക് മനസ്സിലായി. ചെറുപ്പം മുതലേ ഞാൻ പത്രം ഒരുപാട് വായിക്കുമായിരുന്നു എന്ന് സുകുമാർ അഴീക്കോട് പറയുകയാണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അന്ന് വായിച്ചതിൽ നിന്ന് ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്നും ആ പത്രങ്ങൾ തന്നെ വായിച്ചു വരുന്നു. ശീലം മാറ്റാൻ പ്രയാസം. എനിക്കറിയാം അതിനകത്ത് പൊള്ളകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം നുണകളാണ് വരുന്നത്, എന്തെല്ലാം വ്യത്യാസങ്ങൾ, എന്തെല്ലാം രാഷ്ട്രീയം അവിടെ കലർന്നിട്ടുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ശീലം നിർത്താനായിട്ട് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാറ്റിയിട്ടും ഫലമില്ലെന്നതും ഓർക്കേണ്ടതുണ്ട്. നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവൻ വിഡ്ഢിയാക്കപ്പെടുന്നു. പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പല തോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും പല വാർത്തകൾ ഒരുപാട് പത്രങ്ങളുണ്ട്. ഓരോ പത്രത്തിലും വരുന്നത് ഓരോ രീതിയിലുള്ള വാർത്തകളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എല്ലാം വായിച്ചു നോക്കണം. ഓരോന്നിൽ നിന്നും ഇത്തിരി എടുത്തു വെച്ച് അതിൻ്റെ സത്യങ്ങൾ കൂട്ടി വായിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ സുകുമാർ അഴീക്കോട് പറയുന്നത്. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും. അദ്ദേഹം പറയുകയാണ് ഓരോ പത്രങ്ങൾ കൃത്യമായിട്ട് പണ്ടൊരു പത്രം വായിക്കുകയാണ്. ഇപ്പോൾ സ്വദേശാഭിമാനിയുടെ
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തുടങ്ങിയ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഓരോ വിവരങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമയിലുള്ളതായിരിക്കില്ല മാതൃഭൂമിയിൽ കാണാൻ കഴിയുന്നത്, അതായിരിക്കില്ല ഒരുപക്ഷെ ദേശാഭിമാനിയിൽ കാണാൻ കഴിയുന്നത്. വാർത്തകൾ വ്യത്യസ്തമാക്കുന്നു. അതിനു പിന്നിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ഒരുപാട് പത്രങ്ങൾ വായിച്ചാൽ കഴിഞ്ഞാലാണ് അതിനകത്ത് കൃത്യമായിട്ട് സത്യം മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഒരുപാട് പല അടവുകളും നോക്കിയാൽ മാത്രമാണ് സത്യം തിരിച്ചറിയാനായിട്ട് കഴിയൂ. അതിന് ചിലപ്പോൾ ഹരിക്കൽ, ഗുണിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങിയ പലതും വേണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വായിച്ചിട്ട് നമ്മളുടേതായ രീതിയിൽ അത് സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്വയം ചിന്തിച്ച് എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല രീതിയിൽ മാത്രമാണ് ഇന്ന് പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് അച്ചടിച്ചു വരുന്ന വാർത്തകളെല്ലാം കൃത്യമായിരുന്നു, സത്യസന്ധമായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിലെ വാർത്തകളുടെ സത്യം എന്ത്, പൊരുൾ എന്താണ്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. കൃത്യമായിട്ട് തന്നെ ഇപ്പൊ മനോരമയ്ക്കാണെങ്കിലും മാതൃഭൂമിക്കാണെങ്കിലും ദേശാഭിമാനിക്കാണെങ്കിലും മാധ്യമത്തിനാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്. പലപ്പോഴും നമ്മൾ പല വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ വരുന്ന ഒരു വാർത്ത, അതുപോലെ തന്നെ എഡിറ്റർ പറയുന്ന എഡിറ്റോറിയൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഡിറ്റോറിയലിൽ പലപ്പോഴും ആ ഒരു പത്രത്തിന്റെ അഭിപ്രായമാണ് വരുന്നത്. അതെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്, അവരുടെ അഭിപ്രായം എന്താണ്, ഏതു പക്ഷത്താണ് അവർ നിൽക്കുന്നതെന്നെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പണ്ട് EMS പറഞ്ഞ പോലെ നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ല, പക്ഷമില്ലാതൊരു മനുഷ്യനുമില്ല. അത് തന്നെ നമുക്ക് പത്രത്തിലും കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും. പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ പത്രങ്ങൾ എല്ലാറ്റിനെയും വിമർശിക്കുന്നു, എന്നാൽ പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. ഈ പ്രസ്താവനയോടുള്ള സുകുമാർ അഴീക്കോടിന്റെ ആശയം അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത് എസ്സേകളാണ്. നവമാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം, പലപ്പോഴും അത് പ്രഭാഷണമായിട്ട് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. വിദ്യാർത്ഥികളും നവമാധ്യമങ്ങളും, മാധ്യമങ്ങൾ അനുഗ്രഹമോ ശാപമോ, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയുന്നതാണ്. പണ്ടത്തെ ഒരു പത്രത്തിന്റെ ഒരു സ്റ്റൈൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൽ വരുന്ന വാർത്തകളുടെ സത്യസന്ധത, ഇപ്പോഴുള്ള വാർത്തകളുടെ അവിടെയുള്ള രാഷ്ട്രീയം, അവരുടെ ചിന്തകളെല്ലാം തന്നെ കൃത്യമായിട്ട് അതിനകത്ത് വിശകലനം ചെയ്യണം. ഒരുപാട് പത്രങ്ങളുണ്ട് നമുക്ക്, അല്ലേ? പണ്ട് പത്രങ്ങൾ മാത്രമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അറിവിന്റെ ഒരു ഉപാധി, അല്ലെങ്കിൽ വാർത്ത അറിയാനുള്ള ഏക ഒരു മാർഗം. പക്ഷെ ഇന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരുപാട് ചാനലുകൾ നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിരിക്കുന്നു. ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ വാർത്തകളും കൃത്യമായിട്ട് തന്നെ ആ നിമിഷം തന്നെ നമുക്ക് ലൈവായിട്ട് അറിയാനുള്ള ഒരു മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് അവിടെ വിശകലനം ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരുപാട് വ്ളോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ 8-10 ചാനലുകളാണുള്ളത്. ആ ചാനലുകളിൽ വരുന്ന വാർത്തകൾ തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്. അങ്ങനെ വലിയ രീതിയിൽ 2023 എത്തി നിൽക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല രീതിയിലും ചീത്ത രീതിയിലും തന്നെ ഈ മാധ്യമങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും ജീവിത ശൈലിയിലും നമ്മുടെ ചിന്തകളിലും പോലും പത്രങ്ങൾ വല്ലാതെ നമ്മളെ മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നവമാധ്യമങ്ങൾ നമ്മളെ ചെലുത്തുന്ന സ്വാധീനം, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എഴുതാനായിട്ട് കഴിയണം. അതായത് പല രീതിയിൽ ലോകത്തുള്ള വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിശേഷങ്ങളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ദൂരെയുള്ള ഒരു സുഹൃത്തിനോട് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ സംസാരിക്കാനായിട്ട് കഴിയും. ഏത് വാർത്തകളും കൃത്യമായിട്ട് ആ സമയത്ത് മനസ്സിലാക്കാനൊക്കെ കഴിയും എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ്. പക്ഷേ പലപ്പോഴും അത് നെഗറ്റീവ് സൈഡിലേക്കും വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവാക്കളിലും ഇടയിലും എല്ലാം തന്നെ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന നവമാധ്യമങ്ങളുടെ ഗുണദോഷങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ എസ്സേയിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ അനുഗ്രഹമോ ശാപമോ, എല്ലാത്തിൻ്റെയും ആശയം സെയിം തന്നെയാണ്. പലപ്പോഴും അനുഗ്രഹവുമാണ്, ഒരേ സമയം തന്നെ ശാപവുമാണ് മാധ്യമങ്ങൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ഒന്നാണ് പത്രങ്ങളെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏത് വാർത്ത വായിക്കുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയം, അവരുന്നയിക്കുന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സത്യം നമ്മൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതുമാത്രമാണ് ഇപ്പോൾ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഒരിക്കലും പത്രത്തെ മോശമായിട്ട് കണക്കാക്കുന്നതല്ല. പക്ഷേ പത്രങ്ങളിൽ വരുന്ന പല വാർത്തകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദനകൾ വല്ലാത്തൊരവസ്ഥയാണ്. പല തെറ്റായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും മാധ്യമങ്ങൾ മത്സരിച്ച് കൊടുക്കുന്നു, ബിസിനസ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഒരു ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പത്രപ്രവർത്തനം മുന്നോട്ട് വരും, അല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹത്തെ സേവിക്കുന്ന പത്രങ്ങൾ ഒരുപാട് പുറത്തിറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്.
അപ്പോൾ ഈ ഒരു പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വലിയ അർത്ഥതലങ്ങളുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ് ഈ ഒരു പത്രം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ നവയാത്രകൾ എന്ന് പറഞ്ഞ ലേഖനത്തിൽ സുകുമാർ അഴീക്കോട് നൽകിയിരിക്കുന്നു. അപ്പോൾ പാഠഭാഗം ഭംഗിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റിന്റെ ഗൈഡ് ഒന്ന് നോക്കാവുന്നതാണ്. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും പൂർവ്വകാല ചോദ്യങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.